വാർത്തയിലേക്ക്. ശബരിമല അഭിഷേക ശേഷമുള്ള നെയ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് വിജിലൻസ് അന്വേഷണം. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. മുസ്തഫ, ഏത് സാഹചര്യത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്? ശബരിമലയിൽ ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ നടന്ന വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒരു സുവമോട്ടോ നടപടിയിലൂടെ സ്വമേധയാ എടുത്ത നടപടിയിലൂടെ ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ കാലയളവിൽ മാത്രം, അതായത് കഴിഞ്ഞ 2 മാസത്തിന്റെ ഉള്ളിലെ കണക്ക് മാത്രം എടുത്താൽ ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറവ് ദേവസ്വം അക്കൗണ്ടുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് കോടതി പ്രധാനമായും നിരീക്ഷിക്കുന്നത്. ഒന്ന്, ഇക്കഴിഞ്ഞ നവംബർ 17 മുതൽ 2025 നവംബർ 17 മുതൽ ഡിസംബർ 26 വരെയുള്ള കാലയളവ് മാത്രം എടുക്കുക. അതിൽ തന്നെ മരാമത്ത് ബിൽഡിംഗിലെ കൗണ്ടറിൽ നിന്ന് വിറ്റ 13,679 പാക്കറ്റ് നെയ്യിന്റെ പണം ഏകദേശം ഒരു 13,67,000 രൂപ, 13 ലക്ഷത്തിലധികം രൂപ ആ രൂപത്തിൽ തന്നെ ദേവസ്വം അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. മറ്റൊരു കാര്യം, ഡിസംബർ 27 മുതൽ ജനുവരി 2 വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 22,500-ലധികം പാക്കറ്റ് നെയ്യിന്റെ കുറവ് കണ്ടെത്തുകയും ചെയ്തു. ഇതുവഴി 10-22 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആകെ വരുമ്പോൾ ഒരു 10-35 ലക്ഷം രൂപ ഇക്കഴിഞ്ഞ വളരെ ചുരുങ്ങിയ ഒരു കാലയളവിൽ മാത്രം വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത്. ഇത് പക്ഷേ ഒരു അശ്രദ്ധമായ, കണക്കുകളിൽ കൃത്യമായി തന്നെ രേഖകൾ സൂക്ഷിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ചയായിട്ട് മാത്രം കാണാൻ കഴിയില്ല. ഇത് ഒരു അക്കൗണ്ടിംഗ് പിശക് മാത്രമല്ല, മറിച്ച് ആസൂത്രണം ചെയ്ത് പണം വെട്ടിപ്പ് നടത്തിയ ഒരു ക്രിമിനൽ കുറ്റമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന് വിജിലൻസിന്റെ ഓഫീസർമാരെ, ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയുള്ളത്. അതിന് ബന്ധപ്പെട്ട ആളുകളെ, വിജിലൻസ് ഉദ്യോഗസ്ഥരെ കോടതി സ്വമേധയായി ഈ കേസിൽ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിജിലൻസ് ഈ വിഷയത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണം നടത്താൻ പോവുകയാണ്. എന്തായാലും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൃത്യമായി തന്നെ, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 1 മാസത്തിനകം നൽകണം എന്നതുൾപ്പെടെയാണ് നിർദ്ദേശം. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, ശബരിമലയിൽ ഈ രൂപത്തിൽ നടക്കുന്ന വലിയ ക്രമക്കേടുകളെ കുറിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക്, വീഴ്ച വരുത്തുന്ന ആളുകൾക്ക്, അതിന് കുറ്റക്കാരായ ആളുകൾക്ക് കർശനമായ നിയന്ത്രണവും അതോടൊപ്പം തന്നെ ശിക്ഷാ നടപടികളും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വീകരിച്ചു വരികയാണ്. ശരി, മുസ്തഫയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.